ഈ വനിതാ ദിനത്തിൽ നമ്മോടൊപ്പമുള്ളത് തായ്ക്കൊണ്ടോ ഫോർത്ത് ഡാൻ ബ്ലാക്ക് ബെൽറ്റ് നേടിയ കൊല്ലം കുണ്ടറ കുരീപ്പള്ളി സ്വദേശി രേണു എസ് ആണ്. കേരള ടീമിൻ്റെ കോച്ചായിട്ട് നിരവധി തവണ ഒരുപാട് മെഡലുകൾ കൊണ്ടുവന്നിട്ടുള്ള ആളാണ് ശ്രീ രേണു. കടന്നു വന്ന വഴികളെക്കുറിച്ച് രേണു നമ്മോട് സംസാരിക്കുകയാണ്. നമസ്കാരം. നമസ്കാരം. ആയോധന കലകളിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒന്നാണ് തായ്ക്കൊണ്ടോ എന്ന് കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ തായ്ക്കൊണ്ടോ തിരഞ്ഞെടുക്കാൻ കാരണം? ആദ്യമായി തായ്ക്കൊണ്ടോയെ കുറിച്ചൊന്ന് പറയാം. തായ്ക്കൊണ്ടോ എന്ന് പറഞ്ഞാൽ ഒരു കൊറിയൻ ആയോധന കലയാണ്. അതായത് ആയുധങ്ങളുടെ ഉപയോഗമില്ലാതെ കൈകൊണ്ടും കാലുകൊണ്ടും ആക്രമിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യുന്ന ആയോധന കലയാണ്. മറ്റുള്ള ആയോധന കലകളെ അപേക്ഷിച്ച് തായ്ക്കൊണ്ടോയിൽ വ്യത്യസ്തമാക്കുന്നത് അതൊരു ഗെയിം കൂടിയാണ്. അതാണ് വ്യത്യസ്തമാക്കുന്നത്. പിന്നെ അതിലുപരി നമുക്ക് ഏറ്റവും പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും ഏറ്റവും നല്ലൊരു സെൽഫ് ഡിഫെൻസാണ്. പിന്നെ തായ്ക്കൊണ്ടോ എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ഡിസിപ്ലിൻ ഗെയിമാണ്. അതാണ് എന്നെ തായ്ക്കൊണ്ടോയിലേക്ക് ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. ഭയങ്കര ഡിസിപ്ലിൻ. നമ്മളിപ്പോൾ പൊതുവെ മറ്റുള്ള ഗെയിംസിനെ അപേക്ഷിച്ച് ഏറ്റവും ഡിസിപ്ലിൻ കൂടിയ ഗെയിം തന്നെയാണ് തായ്ക്കൊണ്ടോ. അങ്ങനെയാണ് ഞാൻ ഇതുവരെ പഠിപ്പിച്ചിട്ടുള്ളതും ഒരുപാട് പ്ലെയേഴ്സിനെ വാർത്തെടുക്കാൻ സാധിച്ചതും ആ ഒരു ഡിസിപ്ലിൻ ആയിരുന്നു മെയിൻ. സ്കൂൾ കാലം തൊട്ട് തന്നെ ഇത് തുടങ്ങിയിരുന്നോ? എങ്ങനെയായിരുന്നു? അതെ, എൻ്റെ 6ാം ക്ലാസ് തൊട്ടാണ് ഞാൻ തായ്ക്കൊണ്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യമേ ഒരു അത്ലറ്റ് ആയിരുന്നു. അതിൽ നിന്നാണ് തായ്ക്കൊണ്ടോയിലേക്ക് ഞാൻ ലോങ് ജമ്പും ട്രിപ്പിളും ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അതിനുശേഷമാണ് ഞാൻ കൊല്ലം സായിൽ ആ ടൈമിലാണ് തായ്ക്കൊണ്ടോ വരുന്നത്. അപ്പോൾ ഞാൻ സായിലേക്ക് ജോയിൻ ചെയ്യുമായിരുന്നു. സായിലേക്കല്ല, നമ്മൾ സെലക്ഷൻ നടത്തി അതിലേക്ക് മാറുമായിരുന്നു. അത്ലറ്റിക്സിൽ നിന്ന് തായ്ക്കൊണ്ടോയിലേക്ക് മാറുകയായിരുന്നു. പിന്നീട് കണ്ടിന്യൂ ചെയ്തു. തായ്ക്കൊണ്ടോയിൽ ഇപ്പോൾ ഞാൻ 4th ഡാൻ ബ്ലാക്ക് ബെൽറ്റ് ആണ്. പിന്നെ ഇൻ്റർനാഷണൽ റഫറിയാണ്. പിന്നെ അതിലുപരി ഞാൻ തായ്ക്കൊണ്ടോ അസോസിയേഷൻ ഓഫ് കേരളയുടെ ഒരു ഇൻസ്ട്രക്ടറാണ്. അതാണ് മെയിനായിട്ട് പറയേണ്ടുന്നത്. കാരണം തായ്ക്കൊണ്ടോ അസോസിയേഷൻ ഓഫ് കേരളയാണ് തായ്ക്കൊണ്ടോ ഇത്രയധികം എനിക്ക് മുന്നോട്ട് വരാനുള്ള കരുത്ത് നൽകിയതും അവരാണ്. കാരണം ഒരുപാട് സാറുമാരുടെ നല്ല ഒരു സപ്പോർട്ടും ഒക്കെ കൊണ്ടാണ് എനിക്ക് എത്തിച്ചേരാൻ പറ്റിയത്. ഇന്ന് ഒരുപാട് കുട്ടികൾക്ക് എനിക്ക് തായ്ക്കൊണ്ടോ പഠിപ്പിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് 3-4 ക്ലാസ്സിലെ കൊച്ചുകുട്ടികളുടെ പ്രോഗ്രാമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും ഈ സെൽഫ് ഡിഫെൻസ് പ്രോഗ്രാം തന്നെയാണ്. പ്ലസ് ടു കാലത്തോട്ട് തന്നെ പഠിപ്പിച്ചു തുടങ്ങിയല്ലോ. അതെ. എങ്ങനെയായിരുന്നു പ്ലസ് ടുവിൽ തന്നെ? ആ ഒരു സമയത്തൊക്കെ ഇത് ആളുകൾ പഠിക്കുന്ന സമയമാണ്. അപ്പോഴാണ് ഒരു വനിത ഈ പ്ലസ് ടു കാലത്ത് തന്നെ പഠിപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നത്. എങ്ങനെയത് നടന്നു? അത് വീട്ടിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള സമയമായിരുന്നു. അച്ഛൻ, അമ്മ, 4 മക്കളാണ് ഞങ്ങൾ. അപ്പം നല്ല സാധാരണ ഒരു കുടുംബമായിരുന്നു. അപ്പം വളരെ നല്ല ബുദ്ധിമുട്ടിയാണ് പഠിപ്പിക്കുന്നത് ഞങ്ങൾ 4 പേരെ. അച്ഛൻ കൂലിപ്പണിക്കാരനായിരുന്നു. അപ്പോൾ ഒരുപാട് എഫർട്ട് എടുത്താണ് അച്ഛൻ ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. കാരണം തായ്ക്കൊണ്ടോ പോലൊരു ഗെയിം എന്ന് പറയുമ്പോൾ അത്യാവശ്യം കോസ്റ്റ്ലി ഗെയിമാണ്. അപ്പം അങ്ങനെ ഒരുപാട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ആ കാലഘട്ടം ഇങ്ങോട്ട് കയറി വരാൻ. പക്ഷേ അതിന് എന്നെ ഒരുപാട് സഹായിച്ചത് എൻ്റെ അച്ഛൻ തന്നെയാണ്. മറ്റുള്ള ഗെയിമിനെ അപേക്ഷിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ കിക്ക് പഞ്ചൊക്കെ കാണുമ്പോൾ ആ കിക്കിനോടുള്ള ഇഷ്ടമാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്കും അത് തന്നെയാണ്, കിക്കാണ് ഇഷ്ടം. അപ്പോൾ ആ കിക്കിനോടുള്ള ഇഷ്ടമാണ് എന്നെ തായ്ക്കൊണ്ടോയിലേക്ക് എത്തിച്ചത്. പിന്നെ അന്ന് ഞങ്ങളെ പഠിപ്പിച്ചിരുന്ന പി കാനോൻ ബാലാദേവി എന്ന് പറഞ്ഞ മാഡമായിരുന്നു. മാഡം ഇപ്പം സായി LNCPയിലെ കോച്ചാണ്. മാഡം ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് മറ്റുള്ള കുട്ടികളെ അപേക്ഷിച്ചൊരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന ഒരു സ്ത്രീ എന്ന നിലയിൽ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് മാഡം. പിന്നെ അതിന് പുറമെ മാഡത്തിൻ്റെ കോമ്പറ്റീഷനാണെങ്കിലും ഒരുപാട് കാര്യങ്ങളിൽ എന്നെ ഉയർത്തിക്കൊണ്ടുവന്ന മാഡം തന്നെയാണ് ആ ടൈമിൽ. പിന്നെ അതിനുശേഷം പൊതുവേ അറിയാമല്ലോ, പെൺകുട്ടികൾക്ക് ഇങ്ങനൊരു സ്കീമിലേക്ക് ഇങ്ങനൊരു ഡിഫൻസിലേക്ക് വരുന്നത് ഭയങ്കര സ്ട്രഗിളാണ്. പേരൻസിൻ്റെ ആണെങ്കിലും ബന്ധുക്കളുടെ ആണെങ്കിലും എല്ലാവരുടെയും ഒരു എതിർപ്പുകളുണ്ട്. അതിൽ നിന്നൊക്കെ തരണം ചെയ്ത് കയറി വന്നത് അപ്പോൾ തന്നെ പ്ലസ് ടുവിൽ പഠിപ്പിക്കാനും തുടങ്ങി വന്നപ്പോഴത്തേക്കും പിന്നീട് കുട്ടികളെയും കൊണ്ട് കോമ്പറ്റീഷൻസിന് ജില്ല, സ്റ്റേറ്റ്, നാഷണൽ, ഇൻ്റർനാഷണൽ അങ്ങനെ പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പം എപ്പോഴും ഞാൻ ട്രാവലിങ്ങിലായിരിക്കും. ഒന്നുകിൽ ക്യാമ്പ്, അല്ലെങ്കിൽ മിക്കപ്പോഴും വീട്ടിലുണ്ടാവാറില്ല. അപ്പം അങ്ങനെയുള്ള ഈ പലരുടെയും പരിഹാസങ്ങൾ അങ്ങനെയൊക്കെ ഒരുപാട് സഹിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും നല്ല കരുത്തോടെ തന്നെ മുന്നോട്ട് വരികയായിരുന്നു ചെയ്തത്. പ്ലസ് ടുവിൽ തൊട്ട് ഞാൻ പഠിപ്പിച്ചു തുടങ്ങിയെങ്കിലും അന്ന് നമ്മുടെ ഗവൺമെൻറ് പ്രോജക്റ്റായിരുന്നു, സ്കൂൾ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞ പ്രോജക്റ്റായിരുന്നു. ആ പ്രോജക്റ്റിലൂടെയാണ് ഞാൻ ചെയ്തു വരുന്നത്. അന്നൊക്കെ ചെറിയ തുച്ഛമായ തുകയായിരുന്നു. പക്ഷെ നമ്മളത് ഒന്നിൽ കൂടുതൽ സ്കൂളുകളിൽ ഓടി നടന്ന് പഠിപ്പിച്ച് നമുക്ക് നല്ലൊരു വരുമാനമാക്കി എടുത്തു. അങ്ങനെ മത്സരങ്ങൾക്ക് പോയിട്ടുണ്ടോ? എങ്ങനെയാണ്? അതെ, ഞാൻ ജില്ലാതലത്തിൽ മത്സരിച്ച് മെഡൽ നേടിയിട്ട്, സംസ്ഥാന തലത്തിൽ മത്സരിച്ച് മെഡലുകൾ നേടിയിട്ടുണ്ട്. പിന്നെ നാഷണൽ ലെവൽ ഇതിനായി തായ്ക്കൊണ്ടോയിൽ പുംസെ, ക്യൊറിഗി എന്ന് പറഞ്ഞ 2 കാറ്റഗറിയാണ്. അപ്പോൾ ക്യൊറിഗി എന്ന് പറഞ്ഞാൽ ഫൈറ്റിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പം പുംസെ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ നടന്ന് ചെയ്യുന്നൊരു സംഭവമാണ്. ക്യൊറിഗിയിൽ ഞാൻ നാഷണൽ പ്ലെയറാണ്. പുംസയിൽ ഞാൻ നാഷണൽ സിൽവർ മെഡലിസ്റ്റാണ്.
പിന്നെ അതിനുശേഷമാണ് ഞാൻ പിന്നീട് തൈക്കോണ്ടോയിൽ റഫറി ചെയ്യാൻ തുടങ്ങി, മത്സരങ്ങൾ നിയന്ത്രിക്കുന്ന ആളായി തുടങ്ങി. അപ്പോൾ ആദ്യമേ ഞാൻ നാഷണൽസ് റഫറി ചെയ്തു, അതിൽ നിന്ന് ഗ്രേഡുണ്ട്, അതിൽ നിന്ന് ഞാൻ P1 എന്ന് പറഞ്ഞ റാങ്കിലേക്ക് വന്നു. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഇൻ്റർനാഷണൽ റഫറി ചെയ്തു. അതിനൊപ്പം തന്നെ കേരള ടീമിനൊപ്പം പല ചാമ്പ്യൻഷിപ്പുകളും ലേഡി കോച്ചായിട്ട് സ്കൂൾ ഗെയിംസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ തന്നെയും അതുപോലെ തന്നെ അല്ലാതെ തൈക്കോണ്ടോ അസോസിയേഷൻ ഓഫ് കേരളയുടെ ചാമ്പ്യൻഷിപ്പുകൾക്ക് ലേഡി കോച്ചായിട്ട് ഒരുപാട് വർഷം എനിക്ക് പ്രവർത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇന്റർനാഷണൽ തലത്തിൽ പുറത്തൊക്കെ പോയി ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? അല്ല, ഇന്റർനാഷണൽ ഞാൻ കുട്ടികളെയും കൊണ്ടുപോയാണ് കോമ്പറ്റീഷൻ ഇറക്കിയിട്ടുള്ളത്. അതായത് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സ്കൂൾ പ്രോഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്തത് ആദ്യമേ വേറെ ജില്ലകളിലായിരുന്നു. ആലപ്പുഴ, പത്തനംതിട്ട, വയനാട് ഇങ്ങനെ ജില്ലകളിലാണ് ഞാൻ പഠിപ്പിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ ഈ പഠിപ്പിച്ച ജില്ലകളിൽ നിന്ന് പല ജില്ലകളിൽ നിന്നും ഞാൻ ഈ കുട്ടികളെ നമ്മുടെ സ്പോർട്സ് കൗൺസിൽ, സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സായി സെൻറ്ററുകളിലേക്ക്, ഈ സ്പോർട്സ് കൗൺസിൽ എന്ന് പറഞ്ഞാൽ കേരള ഗവൺമെൻറ് സെൻ്ററാണ്, അതുപോലെ സായി എന്ന് പറയുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് സെൻ്ററാണ്. ഈ സെൻ്ററുകളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് കഴിവുള്ള കുട്ടികളെ അവിടേക്ക് കൊണ്ടുവന്ന് നിർത്തി അവരെ കഴിവുകൾ മെച്ചപ്പെടുത്തി അവർക്ക് റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പേര് ഇൻ്റർനാഷണൽ മെഡൽ വന്ന കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഹരിത എന്ന് പറയുന്നൊരു കുട്ടി വയനാട് നിന്ന് ട്രൈബൽസ് ഏരിയയിൽ വളർന്നൊരു മോളാണ്. അപ്പോൾ ആ കുട്ടിക്ക് ഇൻ്റർനാഷണൽ മെഡലൊക്കെ വന്നിട്ടുണ്ട്. അത് ഭയങ്കര അഭിമാനത്തോടെ ഞാൻ ഓർക്കുന്നു. പിന്നെ അതിന് പുറമെ തന്നെ നമ്മുടെ കൊല്ലത്ത്, അതിനുശേഷമാണ് ഞാൻ കൊല്ലത്തേക്ക് തിരിച്ചു വരുന്നത്. കൊല്ലത്ത് അഞ്ചാലമൂട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഞാൻ ഏകദേശം ഒരു 5-6 വർഷമായിട്ട് ഞാൻ ഈ സ്കൂൾ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞ സ്കീം ചെയ്യുമായിരുന്നു. അവിടുന്ന് ഒരുപാട് കുട്ടികളെ സ്റ്റേറ്റ് ലെവൽ മെഡലുകൾ നേടിയെടുപ്പിച്ചു. അത് കഴിഞ്ഞ് നാഷണൽ ലെവൽ മെഡലുകൾ നേടിയെടുപ്പിച്ചു. ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ ഓപ്പൺ ഇൻ്റർനാഷണൽ മെഡൽ സാധാരണ മറ്റുള്ള ജില്ലകളിൽ നിന്ന് പോകുന്നവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലത്ത് എൻ്റെ പ്ലേയേഴ്സിനെ കൊണ്ട് എനിക്ക് മെഡൽ അടിപ്പിക്കുവാൻ സാധിച്ചു എന്നുള്ളതും ഞാൻ അഭിമാനത്തോടെ ഓർക്കുന്നു. അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെൻറ്റിൽ കരുത്ത് എന്ന് പറഞ്ഞൊരു സ്കീം ഉണ്ടായിരുന്നു. അത് ഈ കൗമാര പ്രായക്കാരായ പെൺകുട്ടികൾക്ക് സെൽഫ് ഡിഫെൻസ് പഠിപ്പിക്കുന്ന ഒരു സ്കീമായിരുന്നു. അതിലൂടെ വന്ന കുട്ടികളെയാണ് നമ്മൾ സ്റ്റേറ്റ് ലെവൽ, ഇൻ്റർനാഷണൽ ലെവൽ വരെ മെഡൽ അടിപ്പിച്ചെടുത്തത്. അതായത് സാധാരണ ഒരു പ്ലെയറിനെ നമുക്ക് കിട്ടിയാൽ, ആ പ്ലെയറിനെ ഒരു ക്ലബ്ബിൽ കിട്ടിയാൽ ആ പ്ലെയറിനെ നമ്മൾ ജില്ലാ, സംസ്ഥാന മത്സരങ്ങൾക്ക് പങ്കെടുപ്പിച്ച് റിസൾട്ട് ഉണ്ടാക്കാൻ ഭയങ്കര പാടാണ്. അപ്പം നമ്മൾ ക്ലാസ്സുകൾ കൂട്ടിയാണ് നമ്മളെപ്പോഴും ആ കുട്ടികളെ റിസൾട്ടിലേക്ക് എത്തിക്കുന്നത്. പിന്നെ അത് 20 വർഷത്തോളം ഒരു പരിശീലകയായി 20 വർഷമായി. എന്ത് തോന്നുന്നു കടന്നു വന്ന വഴികളെ പറ്റി? സത്യം പറഞ്ഞാൽ ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്താണ് ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്. നമ്മുടെ പല സ്ത്രീകൾക്കും പറ്റാത്ത കാര്യമാണ് എന്ന് എനിക്ക്, കാരണം എൻ്റെ സമൂഹത്തിൽ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ പറ്റാത്ത കാര്യമാണെന്ന്. പക്ഷെ അതിനെ ഓവർകം ചെയ്ത് എനിക്ക് ഇവിടം വരെ എത്താൻ പറ്റിയതിൽ ഒരു സ്ത്രീ എന്ന നിലയിൽ അഭിമാനിക്കുന്നു. കേരളത്തിൽ ഒരു മലയാളി വനിത തായ്ക്കൊണ്ടോയിൽ 4th ഡാൻ ബ്ലാക്ക് ബെൽറ്റ് നേടിയ ഒരേ ഒരു മലയാളി വനിതയേ ഉള്ളൂ, അത് രേണുവാണ്. ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നത് ഒരുപാട് ഇച്ഛാശക്തിയും നിശ്ചയദാർഢ്യം കൊണ്ടും മാത്രമാണ് എത്താൻ കഴിയുക. എന്താണ് വനിതകൾക്ക് നൽകാൻ കഴിയുന്ന ഒരു സന്ദേശം? എല്ലാവരും ഇപ്പം തൈക്കോണ്ടോ എന്ന് പറയുന്ന ഒരു സെൽഫ് ഡിഫെൻസ് തന്നെ പഠിക്കണമെന്നില്ല. ഏത് ഗെയിം, ഏത് സെൽഫ് ഡിഫെൻസ് ആണെങ്കിലും ഒരു സ്ത്രീ നമ്മൾ മുന്നിട്ടിറങ്ങിയാൽ അത് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ പലരിലൂടെ, സ്ത്രീകളിലൂടെ നമുക്കത് അറിയാൻ സാധിച്ചിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്, ഇനി ഞാൻ പഠിപ്പിച്ച് വിട്ട പലരും ഇപ്പം പല ജോബിലും നിൽക്കുന്നവരുണ്ട്, പിന്നെ അല്ലാതെ ഇത് തന്നെ വരുമാന മാർഗമായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പം അവർക്കൊക്കെ ഇനി മുന്നോട്ട് നമുക്ക് ഒരു തൊഴിലും ഇല്ലെങ്കിൽ പോലും നമുക്കൊരു വരുമാന മാർഗമായിട്ട് കണ്ടുകൊണ്ടെങ്കിലും മുന്നോട്ട് സ്ത്രീകൾ ഇറങ്ങിത്തിരിക്കണം എന്നാണ് പറയാനുള്ളത്. ഇനിയും കൂടുതൽ കാലം പരിശീലനം നൽകാനുള്ള കരുത്തുണ്ടാവട്ടെ. ഒരുപാട് വിദ്യാർത്ഥികളെ സൃഷ്ടിക്കാനും അവരെ ഇൻ്റർനാഷണൽ തലത്തിൽ വലിയ വിജയത്തിലേക്ക് എത്തിക്കാനുമുള്ള ഒരു സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം. താങ്ക് യു.